നമസ്കാരം. ഞാൻ സത്യം പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു നാട്ടിൽ പോലും ഒരു വീട് വെക്കാൻ പറ്റുന്നൊരു സാഹചര്യം പോലും ഉണ്ടാകുമെന്ന് കരുതിയ ഒരാളൊന്നുമല്ല. ഞാനിവിടെ വന്നിരുന്നിട്ട് ദുബായിലൊരു ഫ്ലാറ്റ് മേടിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും തള്ളുവാണോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് തള്ളായിട്ടൊന്നും ഇപ്പോൾ തോന്നുന്നില്ല. കാര്യം മറ്റൊന്നുമല്ല, അത്രയും അഫോർഡബിൾ ആയിട്ട് നമ്മൾ കൊച്ചിയിൽ ഞാനൊരു ഫ്ലാറ്റ് മേടിച്ചപ്പോൾ എനിക്കറിയാം ഞാൻ എത്ര രൂപ കൊച്ചിയിലെ ഫ്ലാറ്റിന് കൊടുത്തു എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അതൊരു മണ്ടത്തരമായി പോയോ, അല്ലെങ്കിൽ ഇവിടേക്ക് വന്നാൽ മതിയായിരുന്നു എന്ന്. നമ്മുടെയൊക്കെ ധാരണ ഒന്ന് ഇവിടെ ഭയങ്കര ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ മുൻകൂറായിട്ട് ഫ്ലാറ്റുകൾ ചിലപ്പോൾ ഒരുപാട് ബിൽഡേഴ്സ് ഉണ്ട്, ചിലപ്പം പ്രശ്നങ്ങളുണ്ടായേക്കാം, നമ്മളെ പൈസയ്ക്ക് ഗ്യാരണ്ടി ഇല്ലാത്ത പ്രശ്നങ്ങൾ വരാം. പിന്നെ പലരും പറയും ഭയങ്കര റെന്റ് ഉണ്ട് കിട്ടും ഇതൊക്കെ പറയും. ഇതിനകത്തൊക്കെ എത്രത്തോളം ഇതിനൊന്നും കുറിച്ച് ഞാനൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാലുണ്ടാകുക, കാണുന്ന ആൾക്കാർക്കിടയിൽ നമ്മളൊരു ഭാഗത്തൂടെ ഇത് വന്നു ഇത് പരിചയപ്പെടുത്തി കൊടുത്തു ആരെങ്കിലും വിളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് കുറേ സംശയങ്ങളുണ്ടാവും. ഞാനതുകൊണ്ട് കുറച്ച് സാധാരണക്കാരൻ്റെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാൻ നിർത്തിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇരിക്കാം എന്ന് ഞാൻ തന്നെ പറഞ്ഞത്. ആക്ച്വലി സായി, നമുക്കിപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇപ്പം നമ്മളിപ്പം കൊച്ചിയിൽ നമ്മൾ ഒരു 1.5 കോടി രൂപ റേഞ്ചിൽ നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങുമ്പോഴും അതേ 1.5 കോടി രൂപയുടെ ഒരു ഫ്ലാറ്റ് നമ്മൾ ദുബായിൽ വാങ്ങുമ്പോഴും ഉള്ള ഒരു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്? എന്തുകൊണ്ട് നാട്ടിലേക്കാട്ടി ഇവിടെ സേഫായി മാറും? ഇതിലൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് നമുക്ക് ഇപ്പം എൻ്റെ ഒരു ക്ലയൻറ്റ് വിളിച്ചിട്ടുണ്ടായി ഒരു മാസം മുമ്പ്. അപ്പോൾ ക്ലയൻറ്റ് കലൂർ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചു എറണാകുളത്ത്. അതൊരു ഏകദേശം ഒരു 2 കോടി രൂപ അടുപ്പിച്ചായിട്ടുണ്ട്. അതവർ ഏകദേശം 15-16 ലക്ഷം രൂപ കൊടുത്ത് റിനോവേറ്റ് ചെയ്ത് അകത്ത് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ട് അവർ ഉപയോഗിച്ചില്ല. അവർ ദുബായ് ബേസ്ഡ് ആണ്, അവർ ഉപയോഗിച്ചില്ല. അവർ ഇപ്പോൾ അത് റീസെയിൽ ചെയ്യാൻ നോക്കുമ്പോൾ 1.5 കോടിയാണ് പറയുന്നത്. അതായത് ഏകദേശം 30% ഡിപ്രീസിയേഷൻ. അതായത് വാങ്ങാൻ ചെല്ലുമ്പോൾ എല്ലാവരും തരും, പക്ഷെ നമ്മൾ വിൽക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആർക്കും വേണ്ട. ആ ഒരു അവസ്ഥയാണ് ശരിക്കും. പിന്നെ ഇതിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നാൽ പിന്നെ റെന്റ് ഔട്ട് ചെയ്യാന്ന് വെച്ചിട്ട് റെന്റ് ഔട്ട് ചെയ്യാൻ നോക്കുമ്പോൾ മാക്സിമം കിട്ടുന്ന റെന്റ് 30,000 രൂപയാണ്. 30 to 50 ഒക്കെ ആയിരിക്കും മാക്സിമം. ഈ 30,000 രൂപ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 1,200 ദിർഹംസേ ഉള്ളൂ ദുബായിൽ. 1,200 ദിർഹംസ് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ബെഡ് സ്പേസ്, നമുക്കൊരു സാധാരണ ഒരാൾ ജോലിക്ക് ചെയ്യുന്ന ഒരാളുടെ ബെഡ് സ്പേസിന്റെ പൈസയാണ്, ഒരു ബെഡിന്റെ പൈസയാണ് 1,200. അത് അത്ര റിട്ടേൺസ് കുറവാണ് നാട്ടിൽ. അപ്പോൾ ഇതേ ആ ഒരു പൈസ അവർ ദുബായിൽ ഒരു പ്രോപ്പർട്ടിയിലായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത് ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ടേൺസ് മിനിമം ഒരു 6,000 ദിർഹംസ് 7,000 ദിർഹംസ് നമുക്ക് ഒരു 1 ബെഡ്റൂമിൽ റെന്റ് എന്തായാലും ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഇത്ര നമ്മളിപ്പോ ഈ കണ്ട ഈ പ്രോപ്പർട്ടീസിലാണ്. അതെ, എല്ലായിടത്തും സ്റ്റാർട്ടിംഗ് റെന്റ് ഞാൻ പറയുന്നത്. നമുക്കൊരു 1 ബെഡ്റൂം അത്യാവശ്യം നല്ല ലൊക്കേഷനിൽ ഒരു 6,000 ദിർഹംസ് ഇപ്പൊ കറന്റ് റെന്റ്. ഒരു ബിസിനസ് പോലെ തന്നെ വേണമെങ്കിൽ കാണാമല്ലേ? അതെ, 8% നിയർലി ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മന്ത്ലി ഷുവർഡ് ആയിട്ടൊരു പ്ലാൻ ചെയ്യാം. അതെ, നിയർലി 7,000 to 8,000 ദിർഹംസ് റിട്ടേൺസ് എന്തായാലും നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മളിപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇത് പ്രോപ്പർട്ടി പർച്ചേസ് പേയ്മെന്റ് ഒക്കെ എങ്ങനെ ചെയ്യും, പേയ്മെന്റ് എങ്ങോട്ടാണ് ചെയ്യുന്നത്, അവർ ആ പൈസ കൊണ്ട് മുങ്ങുമോ, അങ്ങനത്തെ ഒക്കെ ബേസിക്കലി മനസ്സിലാക്കുക. ദുബായിൽ ഒരു പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സും പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് വാങ്ങുന്നില്ല. എല്ലാ പ്രോപ്പർട്ടി അതോ നമുക്ക് മാത്രം അല്ല, ഇവിടെ ഒരു പ്രോപ്പർട്ടി ദുബായിൽ ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു ഡെവലപ്പറിന് നല്ലൊരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ്ക്രോ അക്കൗണ്ട് മാൻഡേറ്ററി ആണ്. എസ്ക്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യുന്ന ആളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് അല്ല പൈസ ഇടുന്നത്. നമ്മൾ വാങ്ങുന്ന പ്രോപ്പർട്ടി, ഇപ്പം ബിങ്കാട്ടി ഹിൽസ് എന്നൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിൽ ഗവൺമെന്റിൽ ഹോൾഡ് ചെയ്യും. ആ അക്കൗണ്ടിലേക്കാണ് പൈസ ഇടുന്നത്. നാട്ടിലെ പോലെ നമുക്ക് കോൺട്രാക്ടർ കൊടുത്ത് കോൺട്രാക്ടർ അതുകൊണ്ട് മുങ്ങണ പരിപാടി ദുബായിൽ പറ്റില്ല. അതായത് നമുക്ക് നമ്മുടെ ഇടുന്ന പൈസ ഗവൺമെന്റിന്റെ കൂടി സെക്യൂരിറ്റിയിലാണ്. ഇത് ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ദുബായിലെ ഏറ്റവും മേജർ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. അപ്പോൾ അവർ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് അത് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു കാരണവശാലും നാളെ അത് പൈസ ഇട്ട് കഴിഞ്ഞിട്ട് അയ്യോ അതെവിടെ എൻ്റെ പൈസ പോയി എന്നുള്ള രീതിയിലൊരു ചിന്ത ആർക്കും ഉണ്ടാവില്ല. ഒരുപാട് മലയാളികൾ ഇപ്പോൾ വാങ്ങുന്നുണ്ട്, ഈവൻ സെലിബ്രിറ്റി ലെവലിൽ ഒരുപാട് പേര് വാങ്ങുന്നു. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം സപ്പോസ് ഇത് പൂർത്തിയായി കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു 20% പ്രോഫിറ്റ് ഒക്കെ വിൽക്കാൻ. അതെ, ചില കേസിൽ ഇപ്പോൾ ക്രീക്ക് ഹാർബർ എന്നുള്ള കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സെല് ചെയ്തുകൊണ്ടിരുന്നത് 1.1 മില്യൺ ആണ്. ഇപ്പോൾ അത് അറൗണ്ട് ഇപ്പോഴത്തെ അതിന്റെ കറന്റ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 3 മില്യൺ നിയർലി. അതായത് 2 times ആണ് അതിന്റെ പ്രൈസ് കൂടിയിരിക്കുന്നത്. എന്നുവെച്ചാൽ എല്ലാ കേസിലും അത് ഉണ്ടാവണമെന്ന് ഞാൻ പറയില്ല. അതാണ് നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾക്ക് വരുന്ന ക്ലയന്റ്, ഇപ്പോൾ ഒരാൾ നമ്മളെ വിളിച്ചാൽ അവർക്ക് 3-4 ഓപ്ഷൻസ് കൊടുക്കും. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും സാധ്യതകളും അതിൻ്റെ പോരായ്മകളും അതിൻ്റെ അഡ്വാൻറ്റേജസും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കൊരു ധാരണ കിട്ടും. അതിൽ നിന്ന് ക്ലയന്റിന് ചൂസ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഒരേ സമയം ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും കാണാം, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും കാണാം. ഇപ്പം വിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ റേറ്റ് തന്നെ നമുക്ക് വിറ്റുമാകും. ഇപ്പം നമ്മൾ ബേസിക്കലി ഒരു കാര്യമുണ്ട്, എനിക്ക് തോന്നുന്നത് ഇത് ദിർഹത്തിന്റെ ഒരു സ്റ്റെബിലിറ്റി എങ്ങനായാലും നമുക്കൊരു 2 വർഷം കഴിഞ്ഞാൽ എന്ത് കുറയില്ലല്ലോ, ഇത് കൂടത്തില്ല. ഗോൾഡിന്റെ കാര്യം പറഞ്ഞാൽ അതെ, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ 2015 നമ്മൾ വരുന്ന സമയത്തൊക്കെ ഒരു ദിർഹംസ് നാട്ടിലേക്ക് അയക്കുമ്പോൾ ഏകദേശം 16 രൂപ കിട്ടിക്കൊണ്ടിരുന്നത്. അതേ ഒരു ദിർഹംസ് ഇപ്പം നാട്ടിലേക്ക് അയച്ചാൽ 23 രൂപ നാട്ടിൽ കിട്ടും. അപ്പോൾ അത് കറൻസി എന്ന് പറയുന്നത് UAE കറൻസിയാണ്, വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് കറൻസി ഇൻ ദ വേൾഡ്, ദിർഹംസ്.
അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ പൈസ ഒരു സ്ട്രോങ്ങസ്റ്റ് കറൻസിയിൽ കീപ്പ് ചെയ്താൽ ഓവർ ടൈം പീരീഡ് നമുക്ക് ഇപ്പോൾ നമുക്ക് 10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഈ പൈസ നാട്ടിലേക്ക് തിരിച്ചെടുത്താൽ ഒരു 3 ചിലപ്പോൾ പൈസ കിട്ടിയെന്ന് വരാം. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതയുണ്ട്. അപ്പം ആ പൈസയായിട്ട് സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ് ആണ്. അത് എക്കാലവും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതിനകത്തുണ്ട്. പിന്നെ ഞാൻ ഫൈനലി പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ദുബായ് എന്ന് പറയുന്ന ഒരു വേൾഡ് ഹബ്ബാണ്. അതൊരു ഗ്രോയിങ് മാർക്കറ്റാണ്. അപ്പം ആ ഒരു മാർക്കറ്റിൽ നമ്മൾ ഒരിക്കലും ഇന്ത്യയിലെ ഏത് സിറ്റിയായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറെ ഒരു രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും നല്ല ഹബ്ബാണ് ദുബായ്. അപ്പോൾ ഗ്രോയിങ് സിറ്റിയാണ്, GDP ആണെങ്കിലും ഭയങ്കര ഗ്രോയിങ് ആണ്. അപ്പം ആ ഒരു മാർക്കറ്റിൽ നമ്മുടെ പൈസ ഒരു പ്രോപ്പർട്ടിയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിട്ടേൺസും കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫാമിലി സെറ്റിൽ ആകാൻ പറ്റിയ രാജ്യമാണ്. ഇപ്പോൾ പലരും UK നിന്നും കാനഡയിൽ നിന്നൊക്കെ പോയിട്ട് അവരൊക്കെ തിരിച്ച് ദുബായിലേക്ക് വരുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ക്ലയൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞത് അവർക്ക് കാനഡ മടുത്തു, അവിടുത്തെ ലൈഫ് കൊള്ളത്തില്ല, അപ്പോൾ ദുബായിലേക്ക് ഒരു മൂവ് ചെയ്യണം, അപ്പോൾ ഒരു പ്രോപ്പർട്ടി ദുബായിൽ വാങ്ങണം. അപ്പോൾ എല്ലാവരും ചിന്തിച്ചു തുടങ്ങി. ഇപ്പോൾ ദുബായ് എന്ന് പറയുന്ന ഒരു ഹബ്ബാണ്. ഇപ്പോൾ നാട്ടിലേക്കാണെങ്കിലും 3 hours ജേർണിയേ ഉള്ളൂ. അപ്പം ഒരു ലൈഫ് ഈസിയായി, ലക്ഷറി ആയിട്ട്, ഹാപ്പി ആയിട്ട്, സേഫ് ആയിട്ട് ജീവിക്കാൻ പറ്റിയ രാജ്യമാണ് ദുബായ്. അപ്പം ഒരു പ്രോപ്പർട്ടി, ചെറിയൊരു പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും അതിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നാട്ടിലെക്കാട്ടും ആ നാട്ടിൽ വാങ്ങുന്ന അതേ പ്രൈസിന് ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടാ എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. അല്ല, അത് അങ്ങനെ ഒരു ധാരണ, അതായത് പൊതുവേ ഇവിടെ നമുക്ക് അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ധാരണയുണ്ട്. എനിക്കറിയാം, ഇപ്പം റീസെൻ്റ് ആയിട്ട് എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറയാം, അദ്ദേഹം ഒരു 20 CR ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നാട്ടിലൊരു പ്രോപ്പർട്ടി വാങ്ങി. പക്ഷെ അദ്ദേഹത്തിനൊക്കെ ഒരു പക്ഷേ ഇവിടുത്തെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ലാതെ കൂടി ആകാം അല്ലേ. അപ്പം അത് മാത്രമല്ല, 2010 തൊട്ട് നമ്മുടെ അവിടെ റിയൽ എസ്റ്റേറ്റ് ഒന്ന് ഭയങ്കര അപ്പായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ. പക്ഷെ അന്ന് ആ മേടിച്ചിട്ടേക്കുന്നതിന്റെ ഒരു 70% പൈസ പോലും ഇന്നവർക്ക് ആ വസ്തു വയ്ക്കാൻ ഇല്ലാന്ന് മാത്രമല്ല, മേടിക്കാനും ആളില്ലാത്ത അവസ്ഥ. ഞാൻ അവരോടൊക്കെയാണ് പറയുന്നത്, ഒരുപാട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു പരമ്പരാഗതമായ ഒരു സിസ്റ്റം ഉണ്ട്, വസ്തു വാങ്ങിച്ചിടുക. നമ്മുടെ മലയാളികൾക്കുള്ള ഒരു പൊതു പരിപാടിയാണ്. ഇപ്പൊ എന്റെ അടുത്ത് 1-2 സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലാറ്റൊക്കെ ഞാൻ വാങ്ങാൻ പ്ലാനുണ്ട്. അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ നമ്മൾ ഏത് പ്രോജക്റ്റിലേക്കാണ് നമ്മൾ വന്നതെന്ന്, നമ്മൾ അതിനെക്കുറിച്ച് എത്രത്തോളം പഠിച്ചെന്നൊന്നും എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയില്ല. അവർ വിചാരിക്കുന്നവർക്ക് ഞാൻ ഈ കാറൊക്കെ എടുത്ത് മണ്ടത്തരം കാണിക്കുന്നവർക്ക് ഇനി അവിടെ പോയിട്ട് വല്ലവരും പറഞ്ഞാൽ കേട്ട് പോയിട്ട് ഫ്ലാറ്റ് വാങ്ങി മേടിക്കാൻ പോകണം. അല്ലെങ്കിൽ നീ ഒന്ന് ശ്രദ്ധിച്ചോണം, അത് ഈ ഫ്ലഡൊക്കെ ചില ഏരിയയിലൊക്കെ ഫ്ലഡൊക്കെ ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. കാരണം ചില മേഖലകളിലൊക്കെ ചില ഫ്ലാറ്റുകളൊക്കെ ഈ ഫ്ലഡിന്റെ ഒക്കെ അത് തെറ്റിദ്ധാരണയാണ്. ഇപ്പം മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടായി, ഒരു മാസം എടുത്ത് റിക്കവർ ആവാൻ. ഇവിടെ ഒരു മഴ പെയ്തു, പക്ഷെ അത് 75 വർഷത്തിൽ ഒരു തവണയാണ് പെയ്തത്. അത് 75 വർഷത്തിൽ ആദ്യമായിട്ടാണ് അത്രയും ഒരു ഹെവി റെയിൻ സംഭവിച്ചത്. അപ്പൊ ആ റെയിൻ എന്ന് പറഞ്ഞത് റിക്കവർ ആയത് 2 ദിവസം കൊണ്ടാണ്. ഫസ്റ്റ് ഡേ വെള്ളം ഫുൾ അവർ വാട്ടർ ഫുൾ അവർ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞു, പിന്നെ ഫുൾ ക്ലീൻ ചെയ്ത് 3rd ഡേ ഫുള്ളി ഓപ്പറേഷനിലായി. ദുബായ് എന്ന സിറ്റി എന്ന് പറയുന്നത് അത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളൊരു രാജ്യമാണ്. അപ്പം ഇവിടെ ഒരു മഴ പെയ്തു എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പറ്റില്ല. ഇപ്പൊ നാട്ടിൽ പ്രളയം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 3 മാസം അതിന്റെ റിക്കവറി എന്ന് പറഞ്ഞ രീതിയിലാവും. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനാണ്. ഇപ്പൊ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഒക്കെ വാങ്ങാൻ നാട്ടിൽ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ദുബായിലെ സാധ്യതകളെ കുറിച്ച് ഒന്ന് അന്വേഷിക്കുക. അപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ കൊച്ചി സ്വിസ് ബാങ്കാ, സാധാരണ ബാങ്കുകളിലൊക്കെ ഇഷ്ടം പോലെ പൈസ ഉള്ളത്. അപ്പം ഇതിൽ താല്പര്യമുള്ളവർക്ക് ഇത് നമ്മുടെ നാട്ടിലെ ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ചില ആൾക്കാർ പറയും, അതായത് കുറച്ച് പൈസ അക്കൗണ്ട് ഇട്ട് അങ്ങനെ വെച്ചേക്കാം, അത് ഓവർ ദ ടൈം പീരീഡ് അത് ഡിപ്രീഷിയേറ്റ് ആവും. ആ പൈസ കറൻസി ബൈയിങ് പവർ കുറയും. ഇപ്പൊ ഒരു 1000 രൂപ കൊണ്ട് ഞാൻ ഇന്ന് വാങ്ങുന്ന സാധനം 3 വർഷം കഴിഞ്ഞാൽ ഒരു 300 രൂപയുടെ വാല്യൂ. അപ്പൊ നമുക്ക് അതായത് അത്രയും ഇൻഫ്ലേഷൻ ഉള്ള രാജ്യമാണ്. രണ്ടായാലും നമ്മളിതൊന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതും ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് സായി വിളിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എപ്പോഴെങ്കിലും രീതിയിൽ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ കംപ്ലീറ്റ് ലൈസൻസ്ഡ് ആണ്, എല്ലാ ലൈസൻസും നമുക്കുണ്ട്. ഒരു പേടിയും വേണ്ട അക്കാര്യത്തിൽ. അതായത് കയ്യിലുള്ള പൈസ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം വേണ്ട, ധൈര്യമായിട്ട് വരാം, ധൈര്യമായി ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു 2 to 3 years കഴിയുമ്പോഴത്തേക്ക് എൻ്റെ നമ്പർ എടുത്തിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കുക, അഖിലേ താങ്ക്സ് എന്ന്. അതാണ് നമ്മുടെ ആവശ്യം. നമുക്ക് നല്ല ക്ലയൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. നല്ല ക്ലയൻസ് നല്ല പ്രോപ്പർട്ടീസ് കൊടുക്കുക, അങ്ങനെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ നാളെ അവരുടെ റെന്റൽസ് നമ്മൾ ഹാൻഡിൽ ചെയ്യും. അതായത് അവർക്ക് റെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെന്റൽ ഇൻക്രീസ്, അതുപോലെ റീസെയിലിംഗ്, ഇതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെല്ലാം ഈ മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നതനുസരിച്ച് നമുക്കും ഗ്രോ ചെയ്യാം. അതാണ് എൻ്റെ അഡ്വാൻറ്റേജ്. ഞാനിപ്പോൾ ഇവരുടെ ഒരു ഭാഗമാണ്, ഞാനും ഈ പരിപാടികൾക്കൊക്കെ നമ്മളും ഉണ്ടാവും. അപ്പോൾ എന്തായാലും സായി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പരിചയപ്പെടുത്തിയതിലും പ്രത്യേകിച്ച് എനിക്കൊരു കൃത്യമായൊരു അഡ്വൈസ് തന്നതിലും, കാര്യം ഞാനല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ഒരുപാട് തന്നതിലും